Welcome to Manera's box. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കലത്തപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ വേയിലല്ല, മിനി കലത്തപ്പമാണ്. അതായത് നമ്മുടെ ട്രഡീഷണൽ കലത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ രണ്ടും ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിക്കാം. അതായത് കൂടുതൽ പേർക്കും ഒരുപാട് പേര് താഴെ കുക്കറിൽ വയ്ക്കുമ്പോൾ താഴെ പിടിച്ചു പോണ്, ചിലപ്പോൾ സംടൈംസ് അന്ന് അടുക്ക് കുഴിയായി പോണ് എന്നൊക്കെ ഉള്ള ഒരു സങ്കടമാണ്. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നമുക്ക് മിനി കലത്തപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ആർക്കും അത് ഫെയിലർ ആകത്തില്ല. അത് നല്ല ആ സെയിം മാവിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കണം മിനി കലത്തപ്പമായിട്ട്. അപ്പോൾ ആ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ എല്ലാവർക്കും ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് അരി എടുത്ത്, പച്ചരി എടുത്ത് ഊറാൻ വെച്ചിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ ഊറാൻ വെച്ചാൽ മതിയാകും. പച്ചരി അറിയാമല്ല, വേഗം ഊറുന്നതാണ്. അപ്പോൾ എൻ്റെ കപ്പ് 250 ml കപ്പിലാണ് ഞാൻ 1 കപ്പ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഏത് കപ്പിൽ എടുക്കണോ, നിങ്ങളുടെ അളവ് കപ്പ് നിങ്ങൾ ഏത് കപ്പ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. വീട്ടിൽ ഏത് ഗ്ലാസ്സിലെടുക്കണം ആ സെയിം ഗ്ലാസ്സിൽ തന്നെ അടുത്ത് നിങ്ങൾ കരിപ്പെട്ടി, നമ്മുടെ ശർക്കര സിറപ്പ് ഉണ്ടാക്കാനും യൂസ് ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഏത് കപ്പായിരുന്നാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ എടുത്തത് 250 ml 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇടുന്നുണ്ട്. ഇതിപ്പോൾ 2 ഏലക്കയുടെ കുരുവാണ് എടുക്കുന്നത്. ഞാൻ അകത്തുള്ള തൊണ്ട് കളഞ്ഞിട്ട് കുരു മാത്രം എടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറ്, നിങ്ങൾ തേങ്ങ എടുത്ത ആ സെയിം സ്പൂണിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ചോറ് എടുക്കാം. ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. നിങ്ങളുടെ ശർക്കരയ്ക്ക് ഉപ്പുണ്ടെങ്കിൽ ഇതിൽ ഉപ്പ് കുറയ്ക്കുക. എൻ്റെ ശർക്കരയ്ക്ക് ഉപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഉപ്പ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരയ്ക്കണ സമയം കൊണ്ട് നമുക്കൊരു ഇതിനു വേണ്ടി ശർക്കര പാനി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഇപ്പം 250 റൈസിന് ഞാൻ ഒരു 200 ഗ്രാംസിൻ്റെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് മധുരം കറക്റ്റാണ്. നിങ്ങൾക്ക് കൂടുതൽ ഇത് കറക്റ്റായിരിക്കും, ഇത്ര എടുത്താൽ മതിയാകും. കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ കുറച്ചെടുക്കുക, പക്ഷേ 200 ഗ്രാംസ് കറക്റ്റായിരിക്കും. ഇപ്പം ഇതിൽ നിങ്ങൾ ഏത് കപ്പിലാണ് അരി എടുത്തിട്ടുണ്ട് ആ സെയിം കപ്പിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചാണ് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് കപ്പിലാണ് അരി എടുത്തത് ആ സെയിം കപ്പിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനി ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പം നമുക്ക് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അരി. ഇപ്പം ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അരി. അപ്പോൾ ഇത് ഇത്രയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരയ്ക്കുക. ഇതിപ്പോൾ ഇത്ര ലൂസായിട്ട് തന്നെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇടാം. 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 2 നുള്ള് സോഡാപ്പൊടി ഇടുക. ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സോഡാപ്പൊടി യൂസ് ചെയ്യാത്തവർ ഇത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ സോഡാപ്പൊടി ഇടുമ്പോഴാണ് അത് കറക്റ്റ് പെർഫെക്റ്റായിട്ട് വരുന്നത്. ഇപ്പോൾ ചിലർ സോഡാപ്പൊടി എന്തായാലും യൂസ് ചെയ്യത്തില്ല എന്നുള്ള ചിലരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ 1/4 ടീസ്പൂണാണ്, ഒരു കുഴപ്പമില്ല. ഒരു 2 പിഞ്ച് മാത്രമേ ഇടുന്നുള്ളൂ. ഇടണതിൽ വലിയ പ്രശ്നമല്ല. എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റായിട്ട് വരും. ഇപ്പം നമുക്കിത് കിണ്ണത്തപ്പം നമുക്ക് സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നത് പോലെ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ശർക്കര പാനി ഒഴിക്കാം. ഞാൻ ഇപ്പോൾ ശർക്കര പാനി സിറപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് കപ്പിലാണ് അരി എടുത്താൽ ആ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം വെച്ചാണ് പാനി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആ ചൂടോടുകൂടെ തന്നെ ഒഴിക്കണം, തണുക്കണ മുമ്പിൽ തന്നെ ഒഴിക്കുക. ഉടനെ തന്നെ മിക്സ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ചൂടായതുകൊണ്ട് ചിലപ്പോൾ അരി താഴെ കട്ടിയാകും. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇങ്ങനെ ലൂസായിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾ ഇതെങ്ങനെ ഉണ്ടാകാൻ പറ്റുമെന്ന് നോക്കണ്ട, ഇത് ലൂസായിട്ട് തന്നെ ഇരിക്കും. ഇത് കറക്റ്റാണ്. നമുക്ക് അരി അരച്ച് കറക്റ്റ്, എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ടില്ല, കറക്റ്റായിട്ട് അരി അരച്ച് അടുത്ത് അരി എടുത്ത കപ്പിൽ തന്നെ 1/2 കപ്പ് ശർക്കര പാനി കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളിയും വട്ടത്തിൽ അരിഞ്ഞതാണ് എടുത്ത് ഇത് നിങ്ങൾ നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഇതൊന്ന് ഫ്രൈ ചെയ്ത് ഇതിലിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. അത്രയേ ഉള്ളൂ. സെറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ട്രഡീഷണൽ വേ. തേങ്ങയും ചെറിയ ഉള്ളിയുമാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സുകൾ യൂസ് ചെയ്യണമെങ്കിൽ നട്ട്സുകൾ യൂസ് ചെയ്യാം. പക്ഷേ ഈ ട്രഡീഷണൽ വേയിലാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ചൂടായ പാനിലേക്ക് ആദ്യം തേങ്ങ ഇടുകയാണ്. ഇപ്പോൾ കുറച്ച് ഗീ ആണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഗീ, അതാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇത് ഈ ചൂടോടുകൂടെ തന്നെ ഞാൻ മാവിൽ ഒഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തേങ്ങ എടുത്ത് മാറ്റി ആ സെയിം ഗീയിൽ തന്നെ ഞാൻ ഉള്ളി കൂടെ ഇടാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഓണിയൻ കൂടെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇതും കൂടെ നമുക്ക് മാവിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ തേങ്ങയും ചെറിയ ഉള്ളിയും എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലൂസായിട്ട് തന്നെ ഇരിക്കും, നിങ്ങൾ പേടിക്കണ്ട. ഇങ്ങനെ തന്നെ നമ്മുടെ
ഈ കലത്തപ്പത്തിൻ്റെ മിക്സ് ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് കുക്കറിലിട്ട് നിങ്ങൾ വഴറ്റിയിട്ട് അങ്ങനെ ആ ചൂടായ കുക്കറിൽ തന്നെ ഈ മാവ് ഒഴിച്ചാൽ മതിയാകും. ഇപ്പം ഞാൻ ഇന്ന് മിനി കലത്തപ്പമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് ചൂടാകാൻ വയ്ക്കുക, അതായത് നമുക്ക് കുക്കർ ചൂടാക്കിയിട്ടാണ് ബാറ്റർ ഒഴിക്കുന്നത്. അത് ആ സെയിം പ്രോസസ്സാണ് ഇവിടെ. ഈ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയിട്ടാണ് നമുക്ക് ബാറ്റർ ഒഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് കാണിക്കാം. അത് ഇപ്പോൾ നല്ല ചൂടായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് മിക്സ് ഒഴിക്കാം. അപ്പം നമ്മുടെ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോവുകയാണ്. ഞാൻ ഒഴിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഇതിലെടുത്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ചായിട്ട് എടുത്ത് ഒഴിക്കാം. ഇപ്പോൾ എല്ലാത്തിലും ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി അടച്ച് വയ്ക്കാം. അടച്ച് കറക്റ്റായിട്ട് ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇത് എന്തെങ്കിലും ഹോൾ അടപ്പിലുണ്ടെങ്കിൽ അതൊന്ന് അടച്ച് വയ്ക്കുക. ഒരു കറക്റ്റ് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. കറക്റ്റായിട്ട് 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല താഴെ ഒന്നും പിടിച്ചിട്ടില്ല. നല്ല കണ്ട. ഇനി എല്ലാം എടുത്ത് മാറ്റാം. ഞാൻ അടുത്ത സെറ്റും ഒഴിക്കുകയാണ്. ഇത് ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കപ്പിൽ ഒഴിച്ചിട്ടുള്ളത്. ഫുൾ ഒഴിക്കണ്ട, ചിലതിലെനിക്ക് കൂടിപ്പോയായിരുന്നു. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ 4 മിനിറ്റ്സ് നിങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് വെന്തില്ല എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ടിട്ട് 1 മിനിറ്റ് മാത്രം ഒന്ന് വച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഒന്ന് തിരിച്ചിട്ട് വേണമെങ്കിൽ എടുത്താലും കുഴപ്പമില്ല. നമുക്കിത് മറ്റേ ഉണ്ണിയപ്പം പോലെ എണ്ണ ഒന്നും ഒഴിക്കണില്ല. സാധാരണ കലത്തപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കണം. ഇപ്പോൾ കുക്കായിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് തിരിച്ചിട്ട് കാണിക്കാം. എല്ലാം തിരിച്ചിട്ടിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കും. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ വേയിലുള്ള കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് കുക്കർ ചൂടായിട്ട് അതിൽ ഓയിലോ ഗീയോ ഒഴിച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൻ്റെ മിക്സ് ഒഴിച്ച് കുക്കർ അടച്ച് വാഷറെല്ലാം വേണം, വെയിറ്റ് മാത്രം മോളി വയ്ക്കേണ്ട. നിങ്ങൾ ലോ ഫ്ലെയിമിലായിട്ട് മാറ്റുക. അതായത് താഴെ ഒരു ചൂടായ ദോശക്കല്ല് എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് കുക്കർ വയ്ക്കാൻ വെച്ച് ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ സോഫ്റ്റായ നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മിനി കലത്തപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേഗം ആകണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ടെടുത്താൽ മതി, അപ്പം എളുപ്പത്തിലാകും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പിൽ ഞാൻ മിനി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് മോക്ക് ഒരു ഐഡിയ ഇങ്ങനെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ മിനി കലത്തപ്പം നിങ്ങൾ കാണുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഫെയിലിയർ ആകത്തില്ല. മറ്റേ കലത്തപ്പം പോലെ താഴെ പിടിക്കത്തില്ല, കരിയത്തില്ല, നടുക്ക് ഒന്നും കുഴിയത്തില്ല. ഇത് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നത്. ഭയങ്കര സോഫ്റ്റുമാണ്. അതുപോലെ നല്ല അരിയായിട്ട് ഇരിക്കണുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.